ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നത്തൽ മീൻ കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ വേറൊരു ബൗളിലേക്ക് നാളികേരം, വലിയ ജീരകം ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തിലേക്ക് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ഉലുവയും ഇട്ട് നന്നായി അത് പൊട്ടി വരുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യാം. നന്നായി ഒന്ന് എണ്ണ ചൂടായതിൽ കടുകും ഉലുവയും കിടന്ന് ഇതാവുന്നുണ്ട്. അതിനുശേഷം ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായി വണങ്ങി വരുന്ന ടൈമിൽ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചെറിയുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയുള്ളി ഇപ്പോൾ നന്നായി വണങ്ങി വരുന്ന ടൈമിൽ നമുക്കിനി ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഉള്ളി നല്ലതുപോലെ വണങ്ങി വരട്ടെ, നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നന്നായി വണങ്ങി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ. കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പില നല്ല മണമാണ്, കറിക്ക് ടേസ്റ്റും കൂടും. പിന്നെ നമ്മൾ അതിലേക്ക് ഇനി അടുത്തതായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ഉള്ളി നല്ലതുപോലെ വണങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കാം. നല്ലതുപോലെ നല്ല കളറ് മാറുന്നത് വരെ ഇരിക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വണങ്ങി വരണം. ഇത് നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വണങ്ങുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ വരിക. ഉള്ളി നല്ലതുപോലെ വണങ്ങണം നമ്മുടെ കറിയിൽ. മീൻ കറിക്കൊക്കെ ചെറിയുള്ളി എടുക്കണതാട്ടോ നല്ല ടേസ്റ്റ്. പിന്നെ മീൻ കറി നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം നല്ലതുപോലെ വണങ്ങി വരണം. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമ്മൾ വണങ്ങി വരണം. അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് അതിനുശേഷം ആവശ്യത്തിനായി പാകത്തിന് ഇട്ടാൽ മതി. നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ എത്ര ഇതിൽ വയ്ക്കുന്നതിനനുസരിച്ചിട്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മുടെ കറിക്ക് ആവശ്യമായ എരിവിനനുസരിച്ച്, എല്ലാവർക്കും എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കി പൊടിക്കണ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നന്നായി വണങ്ങി വന്നതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളിയും ഈ മസാലകളും നല്ലതുപോലെ തിളച്ച് വരണം. നന്നായി തിളച്ച് ആ മസാലയും ഈ പുളിയും കൂടെ തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാളികേരവും വലിയ ജീരകവും കൂടി അരച്ച പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. നാളികേരവും ഈ പുളിയും മസാലയൊക്കെ ആയിട്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ ആഡ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ കഴുകി വെച്ച മീനാണ്, നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മീനും കറി ഇതെല്ലാം കൂടി ഇതിൽ കിടന്ന് മസാലയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വരണം. പെട്ടെന്ന് വേവും. ചെറിയ മീനാണ്. മീനിന് പിന്നെ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വേവണതാണ്. ഏകദേശം നമ്മുടെ കറി തയ്യാറാവാറായിരിക്കുകയാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി കറി തയ്യാറായി. നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി നമുക്ക് സിമ്മിൽ വയ്ക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നല്ലതുപോലെ ആയിട്ടുണ്ട്.
ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്.